കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCH 014 മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റ്. നമ്മുടെ MCH 014ന്റെ മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റ് എന്ന പേപ്പറിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഒരുപാട് തവണ റിവൈസ് ചെയ്ത് പോവേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് മോസ്റ്റ്ലി എക്സാമിന് അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയി സ്ട്രാറ്റജിക് ആയി അനലൈസ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണത്. സോ ഇത് എന്തായാലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. വൺസ് അഗെയിൻ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCH 014 മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റ്. ആക്ച്വലി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സിലബസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രാറ്റജിക്കലി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ ഇത് എന്ത് ചെയ്യും, ഇപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിന് എന്താണ് നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം, എവിടുന്നെല്ലാം ഡെറിവേഷൻസ് എക്സ്പെക്ട് ചെയ്യണം, എവിടുന്നെല്ലാം ഷോർട്ട് ആൻസേഴ്സ് എക്സ്പെക്ട് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കണ്ട് തന്നെ ഓരോ ടോപ്പിക്സും പഠിക്കാൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് സിലബസ് മാപ്പിംഗ് ചെയ്യാനുണ്ട്. നമുക്കറിയാം നമ്മുടെ സിലബസിനെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ ബ്ലോക്കിലെയും ഏതൊക്കെ യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഒരുപാട് തവണ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. കൂടെ എക്സാം പാറ്റേൺ അനാലിസിസ്, ഏതൊക്കെ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെയും ട്രെൻഡ് എങ്ങനെയാണ്, ഡിഫിക്കൽട്ടി ട്രെൻഡ് എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടെ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ടോപ്പിക് പ്രൊബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആണ്, ഏതാണ് ഹൈലി പ്രൊബബിൾ ആയിട്ടുള്ള ടോപ്പിക്, ഏതൊക്കെയാണ് മോസ്റ്റ്ലി നമ്മൾ ഒരുപാട് തവണ റിവൈസ് ചെയ്ത് ഈ ഹൈ പ്രൊബബിൾ ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് തവണ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാകും. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിൽ കൂടുതൽ തവണ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അങ്ങനെ ഏതൊക്കെയാണ് ഓരോ ടോപ്പിക്കിന്റെയും പ്രൊബബിലിറ്റി നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഇതിന്റെ എല്ലാം ബേസിസിൽ നമ്മൾ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ആക്ച്വലി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ട്, സിലബസ് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് ആ ഒരു ട്രെൻഡ്, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലുമുള്ള ട്രെൻഡ്സ് എങ്ങനെയാണ്, ഇൻക്രീസ് ചെയ്തിട്ടാണോ ഡിക്രീസ് ആണോ, അതും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതെന്താണ്, സ്ട്രാറ്റജിക് ആയിട്ട് ഓരോ പോർഷൻസും വളരെ സ്മാർട്ടായി റീഡ് ചെയ്ത് ഒരു ടോപ്പിക് റീഡ് ചെയ്യുമ്പോൾ തന്നെ അവിടുന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, ആ കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിരിക്കും. നമുക്കപ്പോൾ നമ്മള് സിലബസ് മാപ്പിംഗ് ആണ് ഫസ്റ്റ് പറയുന്നത്. സോ ഇവിടെ ഹൈ റെലവൻസ് എന്ന് പറയുന്നത് മോർ ദാൻ 10 കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ടോപ്പിക്സിനെയാണ് നമ്മൾ ഹൈ റെലവൻറ്റ് ടോപ്പിക് ആയിട്ട് കണക്കാക്കുന്നത്. മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ 5 to 9 ടൈംസ് ആയിരിക്കും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ടാവുക. ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 ടൈം. ഓക്കെ, സോ ബ്ലോക്കിൽ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 ഫംഗ്ഷൻസ്, ആൾജിബ്ര, വെക്ടേഴ്സ് ആൻഡ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 1 സെറ്റ്, വെൻ ഡയഗ്രാംസ് ആൻഡ് സെറ്റ് ഓപ്പറേഷൻസ് 7 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. മീഡിയം റെലവൻസ് ആണ്.
സെയിം യൂണിറ്റിൽ തന്നെ ഫംഗ്ഷൻസ് ആൻഡ് ഗ്രാഫ്സ്, ടൈപ്സ് ആൻഡ് മാപ്പിംഗ്സ് 9 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മീഡിയം റെലവൻസ് ആണ്. എന്നാൽ യൂണിറ്റ് 2 പോളിനോമിയൽ സീക്വൻസസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം ആൻഡ് പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ്, ഈ ടോപ്പിക് ഹൈ റെലവന്റ് ടോപ്പിക് 11 12 തവണയായിട്ട് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 4 ഡിഫറൻസിയേഷൻ ആൻഡ് ലിമിറ്റ്സ് ഇൻക്ലൂഡിംഗ് ചെയിൻ റൂൾ, യൂണിറ്റ് 5 ടാൻജൻസ് ആൻഡ് നോർമൽസ്, അസിംപ്റ്റോട്സ്, മാക്സിമ, മിനിമ, ഇതും ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. 10 13 തവണയായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം യൂണിറ്റ് 3 വെക്ടർ ആൾജിബ്ര ആൻഡ് ഡോട്ട് ക്രോസ് പ്രോഡക്ട്സ്, ഇതെല്ലാം ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഇതെല്ലാം എന്താണ് മീഡിയം റെലവന്റ് ടോപ്പിക്. 8 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഇനി ബ്ലോക്ക് 2 ഇന്റഗ്രൽ, കാൽക്കുലസ്, മെട്രിസസ്, പ്രൊബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആ ഒരു ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 7 ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെപ്പറബിൾ, ഹോമോജീനസ്, യൂണിറ്റ് 8 മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, ഐഗൻ വാല്യൂസ് ആൻഡ് വെക്ടേഴ്സ്, യൂണിറ്റ് 10 എറേഴ്സ്, മീൻ, എസ് ഡി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ്, ഇതെല്ലാം എന്താണ് ഹൈ റെലവന്റ് ടോപ്പിക്സ് ആണ്. 10 12 11 തവണയായിട്ട് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം യൂണിറ്റ് 6 ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, സബ്സ്റ്റിറ്റ്യൂഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ, അത് മീഡിയം റെലവന്റ് ടോപ്പിക് ആണ്. അതുപോലെ യൂണിറ്റ് 9 പ്രൊബബിലിറ്റി, ലോസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്, ബൈനോമിയൽ, പോയ്സൺ, ഇതെല്ലാം എന്താണ് മീഡിയം റെലവന്റ് ടോപ്പിക്. 9 8 തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മളിപ്പം പറഞ്ഞ ഡാറ്റയുടെ ബാർ ഡയഗ്രാം ആണത്. കമ്പാരിറ്റീവ്ലി നമുക്ക് ആകെ 2 ബ്ലോക്കേ വരുന്നുള്ളൂ. അതിനകത്ത് തന്നെ ബ്ലോക്ക് 1 ആണ് ഹൈലി റെലവന്റ് ആയിട്ടുള്ള ബ്ലോക്ക്. ബ്ലോക്ക് 1 ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബ്ലോക്ക് 2 ബ്ലോക്ക് 1 വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡാറ്റാസിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ഏതൊക്കെയാണ് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്? ടാൻജൻസ് ആൻഡ് നോർമൽസ്, മാക്സിമ, മിനിമ. ഇത് റെഗുലർലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ന്യൂമറിക്കൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും കോൺസെപ്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഡീപ്പ് ആയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കവർ ചെയ്യണം, ആ രീതിയിൽ തന്നെ ഹൈ ഈൽഡ് ടോപ്പിക്സിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫോർമുലാസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം നോക്കണം. അതുപോലെ മെട്രിക്സ് ആൽജിബ്ര, ഐഗൻ വാല്യൂസ് ആൻഡ് വെക്ടേഴ്സ് എല്ലാ സെഷൻസിലും ചോദിക്കാറുണ്ട്. 2x2 പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ 3x3, അതായത് 2 മാർക്കിന്റെ 2 പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ 3 മാർക്കിന്റെ 3 പ്രോബ്ലം ആയിട്ടോ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതും എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക് ആണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ അനാലിസിസ് ആൻഡ് എസ് ഡി കാൽക്കുലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ട്. മെയിൻ ആയിട്ടും അതായത് ഇത് ഒരു കെമിക്കൽ ഡാറ്റ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ വരുമ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു കെമിക്കൽ എക്സ്പെരിമെന്റ് തന്നിട്ട് അതിനകത്ത് കുറച്ച് ഡാറ്റാസ് ആയിരിക്കും തരുന്നുണ്ടാവുക. അങ്ങനെ കെമിസ്ട്രി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു 5 മാർക്കിന് 3 to 5 മാർക്കിന് വരെ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. സോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ ഓരോ കാൽക്കുലേഷൻസും ഇക്വേഷൻസും എല്ലാം കാണിക്കും. ഓക്കെ, അതിനകത്ത് ഡെറിവേഷൻസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ഡെറിവേഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് കാണിക്കണം. ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ പാർട്ടിൽ എന്ത് ചെയ്യാം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഇക്വേഷൻ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ മെട്രിക്സ് ഓപ്പറേഷൻസിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടോ ചോദിക്കാം. അല്ലെങ്കിൽ പ്രൊസീജിയർ ഫ്ലുവൻസി ആൻഡ് ആക്യുറസി അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് കൺസെപ്ച്വൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 1 to 2 മാർക്സിനാണ് പൊതുവെ വരാറുള്ളത്. 30 to 40 വേർഡ്സിൽ അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് ഡെഫിനീഷൻസ്, ഫോർമുലാസ്, ചെറിയ പ്രൂഫ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഡിഫൈൻ പ്രോബബിലിറ്റി, റൈറ്റ് ബൈനോമിയൽ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ഡിഫൈൻ മോർഗൻസ് ലോ, അങ്ങനെയൊക്കെ ഡിമോർഗൻസ് ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ അതിന്റെ കോൺസെപ്റ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. ദെൻ പ്രൂഫ് ഡെറിവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 to 5 മാർക്സിന് വരെ എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം 100 വേർഡ്സിൽ അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ലോജിക്കൽ, അതായത് യൂളേഴ്സ് തിയറി വെരിഫിക്കേഷൻ, ജോമെട്രിക്കൽ പ്രൂഫ്, അല്ലെങ്കിൽ ഡിമോർഗൻസ് ലോ പ്രൂവ് ചെയ്യാൻ പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്യണം. അതേസമയം അത് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളും രണ്ടും ഒരേ സമയം ഫോക്കസ് ചെയ്തിട്ട് തന്നെ മാക്സിമം ഒരു 100 വേർഡ്സിൽ അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കാം. ദെൻ അപ്ലൈഡ് വേർഡ് പ്രോബ്ലംസ് ഒക്കെ പൊതുവെ കെമിസ്ട്രി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് കെമിസ്ട്രി ആയിട്ട് ലിങ്ക് ചെയ്യാന്ന് പറയുമ്പോൾ
അത് അതിനകത്ത് തരുന്ന ഡാറ്റാസ് എല്ലാം കെമിക്കൽ ഡാറ്റാസ് ആയിരിക്കും. ഇപ്പൊ എറർ അനാലിസിസ്, ഇക്വിലിബ്രിയം പ്രോബ്ലംസ്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിന്നായിരിക്കും വേർഡ് പ്രോബ്ലംസ് പൊതുവെ ചോദിക്കാറുള്ളത്. ഓക്കെ, ഒരു 60 to 90 വേർഡ്സിൽ എന്ത് ചെയ്യുക, അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാട് തവണ ഹൈ ഫ്രീക്വൻസി ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഷോർട്ട് കോൺസെപ്ച്വൽ പ്രോബ്ലംസും പ്രൂഫ് ഡെറിവേഷനും അപ്ലൈഡ് കെമിസ്ട്രി ലിങ്ക്ഡ് പ്രോബ്ലംസ്, ഇതെല്ലാം എന്താണ് നമുക്ക് ഒരു ടോപ്പ് കാറ്റഗറിയിൽ വരും. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ സ്റ്റെപ്സും സബ്സ്റ്റിറ്റ്യൂഷൻസും യൂണിറ്റ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കുക. ഇനി കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് മിനി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത്. സോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ മാത്രം ചോദിച്ചിട്ടോ, ലോയുടെ ഡെറിവേഷൻ ഒന്നും വരണമെന്നില്ല, ജസ്റ്റ് ആ ലോ മാത്രം സ്റ്റേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ അതിന്റെ കീ ഫോർമുലാസ് മാത്രം എന്ത് ചെയ്യാം, എഴുതിയാൽ മതി. പ്രൂഫ് ഡെറിവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ തിയറംസ് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ഒരു യൂളേഴ്സ് തിയറം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡെറിവേഷൻസും അതിന്റെ ജസ്റ്റിഫിക്കേഷൻസും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അപ്ലൈഡ് കെമിസ്ട്രി ലിങ്ക്ഡ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തരുന്ന ഡാറ്റാസ് കംപ്ലീറ്റ് കെമിസ്ട്രി ലിങ്ക്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും. മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അത് അനലൈസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓരോ ബ്ലോക്കിൽ നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബ്ലോക്ക് 1 ഫംഗ്ഷൻസ്, ആൾജിബ്ര, വെക്ടേഴ്സ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ആവറേജ് 30 മാർക്സ് വരെ നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. 52% ഓഫ് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 2 ഇന്റഗ്രൽ, കാൽക്കുലസ്, മെട്രിസസ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ആവറേജ് 12 മാർക്സിന് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 48%. ഇനി ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡാറ്റയുടെ ഗ്രാഫാണ്. അതായത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെയും ട്രെൻഡ് എങ്ങനെയാണ്. ഇപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ഡിസംബർ 2024 നിന്ന് ജൂൺ 2025 എത്തുമ്പോഴേക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും അതുപോലെ അപ്ലൈഡ് പ്രോബ്ലംസ് എല്ലാം ഏകദേശം ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. പ്രൂഫ് ഒരു ചെറിയ ഡിക്രീസ് കാണിക്കുന്നുണ്ട്. ഈ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡാറ്റയുടെ ഗ്രാഫാണിത്. സോ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരു 45%-ൽ നിന്ന് 50% ഇൻക്രിമെന്റ് തന്നെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ എക്സാമിന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ നന്നായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യണം. പ്രൂഫ് അല്ലെങ്കിൽ ഡെറിവേഷൻ ടൈപ്പ് ആണെങ്കിൽ ഒരു ചെറിയ ഡിക്ലൈൻ ആണ് കാണിക്കുന്നത്. ചെറിയ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ കാരണം ഇതിപ്പം കെമിസ്ട്രി ലിങ്ക്ഡ് പ്രോബ്ലംസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാനും ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്ട്രാറ്റജിക് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മുടെ 25 മാർക്കിന്റെ പേപ്പറാണ്, 1 അവർ പേപ്പറാണ്. സോ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ ഒരു 12 to 13 മാർക്സിനായിരിക്കും പൊതുവെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാറുള്ളത്. അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കവർ ചെയ്യാൻ നോക്കുക. അപ്ലൈഡ് പ്രോബ്ലംസ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു 12-15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അപ്ലൈഡ് പ്രോബ്ലംസും കവർ ചെയ്യാൻ നോക്കണം. കോൺസെപ്ച്വൽ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒരു 10 മിനിറ്റ് ഉണ്ട്. അതിന് വേണ്ട കൺസൈസ് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കുക. പ്രൂഫ് ഡെറിവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒരു 8 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ഹൈ മാർക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഫസ്റ്റ് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ പിന്നെ ഇൻ കേസ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ മാർക്കിന്റെ ക്വസ്റ്റ്യനെ മിസ്സായി പോകുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു എ ഗിവൺ കർവ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റും വേണം, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇക്വേഷന് നോർമൽ ഇക്വേഷന് വേണം. ഏതെങ്കിലും ഒരു കർവ് തരുന്നുണ്ടാകും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടാൻജന്റ് ഇക്വേഷന് നോർമൽ ഇക്വേഷന് നമ്മൾ എഴുതണം. വെരിഫൈ യൂളേഴ്സ് തിയറം ഫോർ എ ഹോമോജീനസ് ഫംഗ്ഷൻ. ഹോമോജീനസ് ഫംഗ്ഷന്റെ യൂളേഴ്സ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ എടുത്തിട്ട് യൂളേഴ്സ് തിയറം വെരിഫൈ ചെയ്ത് തന്നെ കാണിക്കണം. സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഗിവൺ ടൈപ്പ്. സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകാം, അല്ലെങ്കിൽ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകാം. അതെന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ ഓരോ സ്റ്റെപ്പും കാണിച്ചിട്ട് സോൾവ് ചെയ്യുന്നത്
ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്യണം, കാണിക്കണം. ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് എ മെട്രിക്സ്. മെട്രിക്സിന്റെ കോൺസ്റ്റന്റ് ആയിരിക്കും ഐഗൻ വാല്യൂസ്, അതുപോലെ അതിന്റെ ഐഗൻ വെക്ടേഴ്സ്. ഏതെങ്കിലും ഒരു മെട്രിക്സ് തരും, അതിനകത്ത് നിന്ന് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുക. ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫ്രം ദി ഗിവൺ ഡാറ്റ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് ഇതിനകത്ത് തരുന്ന ഡാറ്റാസ് പൊതുവെ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു കെമിസ്ട്രി ലിങ്ക്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, വാരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ദെൻ prove the straight line joining the midpoints of two triangles, two sides of a triangle is parallel to the third. ഒരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഡയഗ്രാംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് പ്രൂവ് ചെയ്യാം. ദെൻ എക്സ്പാൻഡ് യൂസിങ് ബൈനോമിയൽ തിയറം, മെക്കുലേറിയൻ സീരീസ്. ബൈനോമിയൽ, അതായത് ബൈനോമിയൽ തിയറം നമ്മൾ മെക്കുലേറിയൻ സീരീസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ രണ്ടും നമുക്ക് എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ദെൻ കമ്പ്യൂട്ട് പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് യൂസിങ് ക്ലാസിക്കൽ കണ്ടീഷണൽ റൂൾസ്. ക്ലാസിക്കൽ അല്ലെങ്കിൽ കണ്ടീഷണൽ റൂൾസ് വെച്ചിട്ട് പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ബൈ പാർട്സ് ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ. ബൈ പാർട്സ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കാം. ഫൈൻഡ് അസിംപ്റ്റോട്സ് ഓഫ് മാക്സിമ ഓർ മിനിമ ഓഫ് എ ഗിവൺ കർവ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് 8, 7, 9, 10 അങ്ങനെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഇതെല്ലാം ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ്? സോ ടാൻജൻസ് ആൻഡ് നോർമൽ ഇക്വേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 5 നിന്നാണ്. ആവറേജ് 4 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. യൂളേഴ്സ് തിയറം വെരിഫിക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 5 ആണ്. ആവറേജ് 5 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് നമുക്ക് 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. ഐഗൻ വാല്യൂ ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഒരു ടോപ്പിക് ആണ്. 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് 3 മാർക്സിന് നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വാരിയൻസും, അത് ബ്ലോക്ക് 2 യൂണിറ്റ് 10 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് 5 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. ട്രയാങ്കിൾ മിഡ് പോയിന്റ് തിയറം ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 5 മാർക്സിന് വരെ എക്സ്പെക്ട് ചെയ്യാം. ബൈനോമിയൽ ആൻഡ് മെക്കുലേറിയൻ എക്സ്പാൻഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് 4 മാർക്സ് വരെ എക്സ്പെക്ട് ചെയ്യാം. പ്രോബബിലിറ്റി കമ്പ്യൂട്ടേഷൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 9 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. 7 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 3 മാർക്സിന് വരെ എക്സ്പെക്ട് ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. 6 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് 3 മാർക്സ് വരെ എക്സ്പെക്ട് ചെയ്യാം. അസിംപ്റ്റോട്സ് എക്സ്ട്രീമ ഓഫ് കർവ്, മിനിമ മാക്സിമ ഓഫ് കർവ്സ്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 5 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. അത് 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 4 മാർക്സിന് വരെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അപ്പിയർ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും മാക്സിമം 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ, ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് ഓവറോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് കംപ്ലീറ്റ് ലോജിക്കും നമുക്ക് കിട്ടിയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഒരു 10 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുന്ന സമയത്ത്
രണ്ടിൽ കൂടുതൽ തവണ എന്ത് ചെയ്യുക, ചെയ്തിട്ട് തന്നെ മാത്സ് എപ്പോഴും എഴുതിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ നമ്മൾ വായിച്ച് പോകുന്ന സമയത്ത് മേ ബി നമുക്ക് അന്നേരം അത് മനസ്സിലാകും. പിന്നെ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടൂല. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിൽ എഴുതിയിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ ടോപ്പിക്കിന്റെയും പ്രൊബബിലിറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ബ്ലോക്ക് 1 ഹൈലി പ്രൊബബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 2 ബൈനോമിയൽ തിയറം, സീരീസ് പെർമ്യൂട്ടേഷൻ. യൂണിറ്റ് 4 ഡിഫറൻഷിയേഷൻ, ചെയിൻ റൂൾ, ഡെറിവേറ്റീവ് ആപ്ലിക്കേഷൻസ്. യൂണിറ്റ് 5 ടാൻജൻസ്, നോർമൽ, മാക്സിമ, മിനിമ, യൂളേഴ്സ് തിയറം. ഇതിന്റെ എല്ലാം പ്രോബബിലിറ്റി പെർസെന്റേജ് 80, 70, 85 ആ ഒരു രീതിയിലാണ് വരുന്നത്. സോ ഇതെല്ലാം എന്താണ്, ഹൈ റെലവെന്റ് ടോപ്പിക് ആണ്. എന്നാൽ മീഡിയം റെലവെന്റ് ടോപ്പിക് ആണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെറ്റ്സ്, വെൻ ഡയഗ്രാം, ഫംഗ്ഷൻസ്. അതുപോലെ യൂണിറ്റ് 3 വെക്ടർ ആൾജിബ്ര, ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്. 45-60% ആണ് പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. ഇനി ബ്ലോക്ക് 2 ഹൈലി പ്രൊബബിൾ ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 8 മെട്രിസസ്, ഡിറ്റർമിനൻസ്, ഐഗൻ വാല്യൂസ് ആൻഡ് വെക്ടേഴ്സ്. യൂണിറ്റ് 10 എറർ, SD, വാരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. എന്നാൽ മീഡിയം റെലവെന്റ് ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 6 ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, സബ്സ്റ്റിറ്റ്യൂഷൻ, ഡെഫിനിറ്റ്. അതുപോലെ യൂണിറ്റ് 7 ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെപ്പറബിൾ, ഹോമോജീനസ്. യൂണിറ്റ് 9 പ്രൊബബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്, ബൈനോമിയൽ, പോയ്സൺ. ഇതെല്ലാം 55-65-60 ആണ് പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റ്യൻസ്, ഇപ്പം ബൈനോമിയൽ തിയറം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏകദേശം ലാസ്റ്റ് 6 പേപ്പേഴ്സിൽ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക് കാണുന്നുണ്ട്. അതുപോലെ ടാൻജൻസ്, നോർമൽസ് ആ ഒരു ടോപ്പിക്സ് എന്നുള്ള ഡിഫറൻസിയേഷൻ അതും എന്ത് ചെയ്യുന്നുണ്ട്, 2021 മുതൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഐഗൻ വാല്യൂ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്ത 10 ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, SD, കാൽക്കുലേഷൻ, വാരിയൻസ്, അതൊക്കെ 2023 മുതൽ 2025 വരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ്? ഹൈലി നമ്മളിപ്പം കുറച്ച് ടോപ്പിക്സ് ഹൈലി പ്രൊബബിൾ ആണ്, മീഡിയം പ്രൊബബിൾ ആണെന്നൊക്കെ പറഞ്ഞു. അതായത് ഹൈ പ്രൊബബിൾ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 70% പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്ന ടോപ്പിക്സ് ആണ്. സോ യൂണിറ്റ് 2, 4, 5, 8, 10 ഇതെല്ലാം ഹൈ പ്രൊബബിൾ ടോപ്പിക്സ് ആണ്. നമ്മൾ ഹൈ പ്രൊബബിൾ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്തുള്ള മാക്സിമം നോളജ് നമുക്ക് അറിയണം. വളരെ ഡീപ്പായിട്ട് അതിനകത്ത് നിന്നുള്ള തിയറംസ് ആണെങ്കിൽ കംപ്ലീറ്റ് ഡെറിവേഷൻസും ആപ്ലിക്കേഷൻസും, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും അതെങ്ങനെ ചെയ്യണം, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കംപ്ലീറ്റ് നോളജ് എന്തുണ്ടാവണം, നമുക്ക് ഉണ്ടാവണം. ഫോർമുലാസിനെയും തിയറീസിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടാവണം ഹൈ പ്രൊബബിൾ ടോപ്പിക്സിനെ സംബന്ധിച്ച്. എന്നാൽ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് യൂണിറ്റ് 1, 3, 6, 7, 9 ആണ്. 40-69% പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്ന ഒരു ടോപ്പിക്സ് ആണ്. അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 തവണയൊക്കെയായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ ഇതൊക്കെ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല, നമ്മളിത് എന്താണെങ്കിലും പഠിക്കണം. ബട്ട് അത്രത്തോളം ഡീപ്പ്, അതായത് ഒരു ഷോർട്ട് ആൻസർ ഒക്കെ ആൻസർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം ആ രീതിയിൽ എന്ത് ചെയ്യാം, മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് പഠിക്കുക. ഈ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് നമുക്കൊന്നും തന്നെ ലോ പ്രയോറിറ്റി ടോപ്പിക് ആയിട്ട് വരുന്നില്ല. ലെസ് ദാൻ 40% പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളിതെല്ലാം മീഡിയം അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ്. സോ ലോ പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് കീ വേർഡ്സ് ഒക്കെ നമ്മൾ ഓർത്തു വെക്കണം. നമുക്ക് അങ്ങനത്തെ ഒരു ടോപ്പിക് ഇല്ല. സോ നമ്മൾ എപ്പോഴും ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ എസ് എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ ആ രീതിയിൽ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ പഠിക്കുന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതായത് നമ്മൾ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ടൈം 1 hour ആണ് വരുന്നത്, മാക്സിമം 25 മാർക്സിലോട്ട്. സോ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ഇനി 5 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് തിയറി ആൻഡ് വെൻ ഡയഗ്രാം, യൂണിറ്റ് 1 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഡിമോർഗൻസ് ലോ ഫോർ 2 സെറ്റ്സ്. എന്തായിരുന്നു ഡിമോർഗൻസ് ലോ? ഇപ്പൊ 2 സെറ്റ് എ ആൻഡ് ബി എന്ന 2 സെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അത് പ്രൂവ്, അത് ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്താൽ മതി. In a class of 60 students, 35 like physical chemistry, set B, 28 like organic chemistry, set O,
and 12 like both. Using Venn diagram, find n p union o. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് നമുക്കറിയാം 60 ആണ്. നമ്പർ ഓഫ് പി എന്ന് പറയുന്നത് 35, നമ്പർ ഓഫ് ഒ എന്ന് പറയുന്നത് 28. സോ നമ്പർ ഓഫ് പി ഇന്റർസെക്ഷൻ ഒ എന്ന് പറയുന്നത് 12 ആയിരിക്കും അല്ലെ. രണ്ടു പേർക്കും ബോത്ത് രണ്ടും ലൈക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്പർ ഓഫ് പി യൂണിയൻ ഒ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പി പ്ലസ് നമ്പർ ഓഫ് ഒ മൈനസ് നമ്പർ ഓഫ് പി ഇന്റർസെക്ഷൻ ഒ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് എക്സാക്ട്ലി വൺ ഓഫ് ദ ടു സബ്ജക്ട്. എക്സാക്ട്ലി വൺ ഓഫ് ദ ടു സബ്ജക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് പി പ്ലസ് നമ്പർ ഓഫ് ഒ മൈനസ് 2 ഇൻറ്റു നമ്പർ ഓഫ് പി ഇന്റർസെക്ഷൻ ഒ ചെയ്താൽ മതി അല്ലെ. ഓക്കെ, ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് നെയ്തർ സബ്ജക്ട്, രണ്ടും ഇഷ്ടമില്ലാത്തത് 60 അതായത് നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് മൈനസ് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് പി യൂണിയൻ ഒ, അത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എലമെന്ററി ആൾജിബ്ര യൂണിറ്റ് 2 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ജനറൽ ടേം ടി ആർ പ്ലസ് 1 ഇൻ ദി എക്സ്പാൻഷൻ എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ. സോ എ ടൈപ്പ്, സോ ടി ആർ പ്ലസ് 1 is equal to binomial coefficient nr into a raised to n minus r b raised to r. Next, using binomial theorem, find the coefficient of x raised to 5 in the expansion 2 minus x whole raised to 8. So tr plus 1 is equal to 8 by r into 2 raised to 8 minus r minus x whole raised to r. x raised to 5 ആവുമ്പോൾ ഇവിടെ r is equal to 5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Next, how many different six digit numbers can be formed using the digits 1, 2, 3, 4, 5 and 6 if no digit is repeated? അതായത് ഡിജിറ്റ് 1 to 6 വരെയാണ് ഒറ്റ ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് 6 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ്, ഡിഫറൻഷ്യൽ calculus and application. If y is equal to e raised to 2x sin x, find dy by dx. dy by dx എന്ന് പറയുന്നത് e raised to 2x into 2 sin x plus cos x അല്ലെ. അങ്ങനെയും കണ്ടുപിടിക്കാം. പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം അല്ലെ. സോ എന്താവും? dy by dx എന്ന് പറയുന്നത് e raised to 2x into 2 sin x plus cos x. Next, for the curve y is equal to x square minus 4x plus 3, obtain the equation of tangent and normal at the point where x is equal to 1. Tangent equation and normal equation. y is equal to x square minus 4x plus 3 ആണ്. x equal to 1 കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് y of 1 കണ്ടുപിടിക്കുക. y of 1 കണ്ടുപിടിക്കുമ്പം 0 എന്ന് കിട്ടും. ദെൻ dy by dx. dy by dx നമുക്ക് കിട്ടിയ y-നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദെൻ y minus 0 കണ്ടുപിടിക്കണം. ടാൻജന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് 1/2 ആണ്. സോ എന്ത് ചെയ്യുക? 1/2 y is equal to 1/2 into x minus 1 ആ രീതിയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇന്റഗ്രൽ കാൽക്കുലസ് യൂണിറ്റ് 6 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 3x square minus 4x plus 5 dx. സോ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യാ? നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് 3x square dx അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് 3x അതിന്റെ ആൻസർ x cube minus 2x square plus 5x എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇന്റഗ്രൽ 0 to ln 2 e raised to x by 1 plus e raised to x dx. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ ആൻസറിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചിട്ട് ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂണിറ്റ് 7 നിന്നുള്ളൊരു ടോപ്പിക് ആണ്. ഫോം ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റിംഗ് ദ ഫാമിലി ഓഫ് കർവ് y is equal to c e raised to 2x where c is arbitrary constant. സോ y is equal to c e raised to 2x എന്ന് പറയുമ്പം dy by dx എന്ന് പറയുന്നത് എന്തായിരിക്കും? 2c e raised to 2x ആയിരിക്കും. ദാറ്റ് ഈസ് 2y. ഇനി ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx minus 2y that is equal to 0. നെക്സ്റ്റ്, solve the differential equation dy by dx plus 3y is equal to 6 e raised to minus x. So, നമ്മള് dy by dx plus 3y is equal to 6 e raised to minus x ആണ്. ഇവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to 3x ആണെങ്കിൽ y into e raised to 3x എന്ന് പറയുന്നത് ഇന്റഗ്രൽ e raised to 2x dx ആയിരിക്കും. That is 3 e raised to 2x plus c. So, y is equal to 3 e raised to minus x plus c e raised to minus 3x ആണ്. ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്ത് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാകും.
ഓക്കെ, നെക്സ്റ്റ് മെട്രിക്സ് ആൾജിബ്രയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഇസ് ഈക്വൽ ടു 1 2 3 4 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 2 0 1 -1 ഫൈൻഡ് പ്രോഡക്റ്റ് എ ബി. മെട്രിക്സ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ആൻഡ് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദി മെട്രിക്സ് എം ഇസ് ഈക്വൽ ടു 2 1 1 2. അതായത് എം മൈനസ് മോഡുലസ് എം മൈനസ് ലാംഡ, ദാറ്റ് ഈസ് 2 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ -1 എന്ന് വരും. സോ ലാംഡ 3 1 എന്ന് കിട്ടും. ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 × 1 1 ഉം 1 × 1 -1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫെയർ ഡൈ ഈസ് റോൾഡ് ട്വൈസ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സം ഓഫ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ഈസ് 9. അതായത് സമ്മ് 9 കിട്ടണം. സോ ഇവിടുത്തെ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കംസ് 3 6 4 5 5 4 6 3 ആയിരിക്കും. സോ പി is equal to 4/36 1/9. Next, in a nuclear counting experiment, the number of emissions per minute follows Poisson distribution with mean 3. Find probability of observing exactly 2 emissions in the given mixture. Mean 3 ആണ് തന്നിട്ടുണ്ട്. P of 2 is equal to e raised to -3 3 square by 2 factorial 9 e raised to -3/2. Next, statistical error and statistics and error analysis. In a titration experiment, volume of a standard solution in milliliter required in 5 trials are 24.8, 25, 24.9, 25.1, 24.7. Find mean volume. മീൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ പെർസെന്റേജ്, ദാറ്റ് ഈസ് സി ബി ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഇപ്പം ഏതൊക്കെ ടോപ്പിക്സിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, ഓരോ ക്വസ്റ്റ്യൻസിനെയും എങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം, എങ്ങനെ നമ്മൾ അപ്പിയർ ചെയ്യണം. അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എഴുതാം. അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അറിയാവുന്നതൊക്കെ ഫസ്റ്റ് എഴുതാം. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഷോർട്ട് എസ് എയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് വലിയ മാർക്കിന്റെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം 1 hour അല്ലേ നമുക്ക് എക്സാം ഉള്ളൂ. അങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് ടൈം മാനേജ് ചെയ്തിട്ട് തന്നെ എക്സാംസ് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാംസിന് അപ്പിയർ ചെയ്യുക. ഒട്ടും സ്ട്രെസ്ഡ് ആവണ്ട. വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം, എക്സാംസിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണെങ്കിലും ഈ വർഷത്തെ MCH 014 എക്സാം എഴുതുന്ന എല്ലാ ലേണേഴ്സിനും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ദി ഹോൾ ലേൺവൈസ് ടീം. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.